today episode of Mango Series, we're gonna make Mango Sago. And ഈ പേര് എല്ലാവരും കേട്ടിരിക്കാൻ വഴിയുണ്ട്, കാരണം കുറച്ച് നാളായി എൻ്റെ ഫീൽഡ് ഇത് തന്നെയായിരുന്നു. സോ ഇപ്പോഴാണ് അത് ഉണ്ടാക്കാനുള്ളൊരു അവസരം കിട്ടിയത്. ആൻഡ് ഓണസ്റ്റ്ലി ഇതൊരു നെക്സ്റ്റ് ലെവൽ ഡെസേർട്ട് ആട്ടോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ റെസിപ്പി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനായിട്ട് കുറച്ച് സാഗോ പേൾസ് വേണം. അതൊരു ട്രാൻസ്പെറൻറ്റ് ആവണ വരെ നന്നായിട്ട് ബോയിൽ ചെയ്യുക. ആൻഡ് മാംഗോ പീസ് ഉണ്ടാക്കാനായിട്ട് നല്ല മധുരമുള്ള മാങ്ങനെ എടുക്കാൻ നോക്കാം. ഇനിയിപ്പോൾ മധുരമില്ലെങ്കിൽ കുഴപ്പമില്ല, പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് നല്ല സ്മൂത്ത് മിക്സ്ഡ് ആക്കി എടുക്കാം. മീൻവൈ നല്ല ബോയിൽഡ് വാട്ടറിലോട്ട് നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്ത് ചൈന ഗ്രാസ് ആഡ് ചെയ്ത് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് ഒരു ട്രെയിലോട്ട് പോറിയാം. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇവിടേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിംഗ് ആണ് ബാക്കിയുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കണ്ടെയ്നർ എടുക്കുക. അതിലോട്ട് നമ്മൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മാംഗോ പ്യൂരിങ് കൂടെ ആഡ് ചെയ്ത് ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള മിൽക്കും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആൻഡ് സ്വീറ്റിങ്ങിന് വേണ്ടി നമ്മളിവിടെ കണ്ടൻസ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഇനിയും മധുരമാണെന്നുള്ളവർക്ക് പൗഡർ ഷുഗർ കൂടെ ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ള സാഗോ പേൾസും അതുപോലെ തന്നെ ചൈന ഗ്രാസ് ക്യൂബ്സും കൂടെ ആഡ് ചെയ്യാം. ആൻഡ് കൂടെ കുറച്ച് മാംഗോ ചങ്ക്സും കൂടെ ആഡ് ചെയ്യണം, ബിക്കോസ് നമ്മൾ ബേസിക്കല്ല എക്സ്ട്രാ ആണ്. ഇനി ഫുൾ മിക്സ് ഇനി മിക്സ് ചെയ്ത് ഏതാണ്ടത് ഈ ഒരു പരുവത്തിലോട്ട് എത്തിച്ചാൽ കണ്ട ആ കളറിന് കണ്ട് ടോട്ടൽ ഐസറിക് വൈബ്സ്. ചുമ്മാ പറഞ്ഞതാ. വേണമെങ്കിൽ ഓപ്ഷനായിട്ടുള്ള കാര്യം വെറുതെ കുറച്ച് മാംഗോ ചങ്ക്സ് ഡെക്കറേറ്റ് ചെയ്താൽ വെറുതെ രസമല്ലേ. പിന്നെ ഇതൊക്കെ ഓവറാൻ തോന്നുന്നവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടോ. പിന്നെ ഞാൻ വെറുതെ രസത്തിന് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ സ്റ്റേജൊക്കെ എത്തുമ്പോഴേക്കും നമ്മുടെ പരിപാടി ഏകദേശം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. ഇനി നേരെ നമ്മൾ ക്ലോസ് ചെയ്ത് 2 to 3 hours നമ്മൾ ഫ്രീസ് ചെയ്യണം. ആൻഡ് എൻ്റെ പോലെ ഇംപേഷ്യൻ്റ് ആയവർക്ക് 30 minutes മതി. ആൻഡ് ഇനി നമ്മൾ നേരെ സെർവ് ചെയ്യുക. ആൻഡ് കുറച്ച് ടോപ്പിങ്സും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ഹുമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് മാംഗോ ചങ്ക്സും കുറച്ച് മിൽക്ക് മേഡൊക്കെ ആഡ് ചെയ്തത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ട്രസ്റ്റ് മീ ഗൈസ്, ഇതുപോലെ ഹോട്ട് സമ്മേഴ്സിൽ ഇതൊരു ബെസ്റ്റ് റെസിപ്പിയാണ്. ആൻഡ് ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ ഫീഡ്ബാക്ക് പറയാൻ മറക്കണ്ടേ.